ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. YPSൻ്റെ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാലറ്റ് 18-ാം തീയതി ഉച്ചയ്ക്ക് വരെ ആയിരുന്നു ആ ഒരു വാലറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ വാലറ്റിൻ്റെ റിസൾട്ട് വരുന്നതാണ്. ഇനി മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിലും അൺസക്സസ് ആണെങ്കിലും എന്തായാലും അപ്ലൈ ചെയ്ത എല്ലാവർക്കും മെയിൽ വരും. ഈ രണ്ടാഴ്ചത്തേക്കുള്ളിൽ ആ ഒരു മെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് 600 പേർക്കാണ് ഈ ഒരു വിസ കിട്ടുക, യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ വിസ കിട്ടുക. അപ്പോൾ എനിക്കും ആ ഒരു വിസ ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ആ ഒരു വാലറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഫെബ്രുവരി 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മെയിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് കിട്ടി, സക്സസ്ഫുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ UK വന്നു. മെയ് 26-ാം തീയതിയാണ് വന്നത്. മെയ് 26-ാം തീയതി വന്നപ്പോൾ ഒരു 1.5-2 മാസം ആവാറായി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ജോലിയും കാര്യങ്ങളായി. ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നിൽക്കണത്. ഇപ്പോൾ കുഴപ്പമില്ല, ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ആദ്യം നമുക്ക് വരുന്ന പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഒരു ദിവസം രാത്രി ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു, ഗെയിമും കളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് കൂട്ടുകാരൻ്റെ അടുത്തിന് മെയിൽ വന്നു പറയാൻ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഇട്ടതാണ്. അപ്പോൾ ഞാനും കൊടുത്താണല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നേരിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും മെയിൽ വന്നുകൊണ്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ദൈവമേ കിട്ടിയില്ലോ എന്നുള്ളൊരു, അതും പോണോലോ എന്നുള്ള ഒരു ആകാംക്ഷയും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വിട്ടു പോകണമല്ലോ, എല്ലാവരും വിട്ടു പോകണമല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എന്നാൽ റെഡിയാക്കാൻ പോവാം. 2 വർഷം 2 വർഷം എന്ന് വിചാരിച്ച് പോന്നു. ഇപ്പം ഞാൻ UK വന്നിട്ട് ഇപ്പോൾ 1.5-2 മാസം ആവാറായി. പിന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മെഡിക്കലെടുത്തു. അമൃതയിൽ പോയി മെഡിക്കലെടുത്തു. അതിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മെഡിക്കലെടുത്തു. പിന്നെ PCC എടുത്തു. പിന്നെ എന്താ എടുത്തത്, പിന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് കാണിക്കണമായിരുന്നു. 2500 അത്രയും പൗണ്ടെന്ന് കാണിക്കണം. എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് മെയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി നോക്കിയാലും കാണാൻ പറ്റും. എൻ്റെ 2,80,000 82,000 അടുത്തായിരുന്നു ഞാൻ അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ തന്നെയാണ് കാണിച്ചത്. വേറെ അക്കൗണ്ടിലേക്ക് ഫിക്സഡ് ആയിട്ടൊന്നും ഇട്ടില്ല. അതിനകത്ത് തന്നെ കാണിച്ചിട്ട് ഒരു 28-30 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തു. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് 1 മാസമൊക്കെ ആവാറായി. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ പൈസ മെച്ചുവേർഡായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് വെച്ചത്. അതുകൊണ്ട് അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു 1 മാസത്തിന് മുമ്പ് തന്നെ അവർ ഇൻഫോം ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണത് 1 മാസം, നമുക്ക് ഈ ഒരു വാലറ്റിൻ്റെ ഈ റിസൾട്ട് നമുക്ക് മെയിൽ വന്ന് 1 മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ 1 മാസം കഴിഞ്ഞു. 1 മാസവും ഒന്നരാഴ്ചയോ എന്തോ ആയിരുന്നു. അപ്പോൾ അത് പ്രശ്നം പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ. അതാണ് മെയിനായിട്ടും പറയണ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു പ്രശ്നമായതുകൊണ്ട് 1 മാസത്തിന് മുമ്പ് തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു, ചിലപ്പോൾ കിട്ടുമോ ഇനി പോവോ. അന്ന് അവർ മുൻകൂട്ടി അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞായിരുന്നു കേട്ടോ. വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരൊന്നും അവരുടെ ഭാഗത്തുനിന്ന് പൈസയും കാര്യങ്ങളും തിരിച്ചു തരില്ല എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നും അവർ പറഞ്ഞു, അവരുടെ കാര്യം അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തു. അങ്ങനെ കിട്ടി. നിങ്ങളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന ഏജൻസിക്കാരായിട്ട് അപ്ലൈ ചെയ്യുക. സ്വന്തമായിട്ട് അറിയുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. സ്വന്തമായിട്ട് IHSൻ്റെ ഫീസ് അടയ്ക്കുക. പിന്നെ IHSൻ്റെ ഫീസ് അടയ്ക്കണം, സോറി. ഇപ്പോൾ 1.72 2 വർഷത്തെ IHS ഫീസ്, പിന്നെ വിസ ഫീസ് ഒരു 32, IHSൻ്റെ ഒരു 1.72 അത്രയൊക്കെയാണ് ആയത്. അങ്ങനെ അത് അടച്ച് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും VFSന് ഡേറ്റ് കിട്ടി. ഞാൻ VFSൽ പോയി നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് ഒരാഴ്ചത്തേക്കുള്ളിൽ 15 ദിവസത്തിന് ശേഷം എനിക്ക് വിസ അടിച്ച് കിട്ടി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോകും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ചെയ്തത്. വിസയുടെ അതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ്. ഇനിയിപ്പോൾ വേറെ കൂടുതലായിട്ടും കാര്യങ്ങളും ചെയ്തില്ല. 1 മാസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ കിട്ടിയവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 1 മാസം അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലോ, അതിൻ്റെ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ ആ ഒരു ലെറ്റർ ഓഫ്
എന്തോ പറയും അതിന്, ഞാൻ ഓർക്കണില്ല. അതും കൂടി വേണം. അപ്പോൾ അതും കൂടി നിങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് വാങ്ങാം. നമ്മൾ പഠിച്ച മീഡിയം ഇംഗ്ലീഷിലാണ് എന്നുള്ള ഒരു ലെറ്റർ ഹെഡിൽ അവർ അടിച്ചു തരും. അതും കൂടി വാങ്ങിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് അതിനുവേണ്ടി ഓടി നടക്കേണ്ടി വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മുടെ പൈസ ഞാൻ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് കാണിച്ചാൽ മതി. പിന്നെ മെഡിക്കൽ, PCCI എന്നുള്ള കാര്യങ്ങൾ. മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് അമൃതയിലാണ് പോയത്. PCCIക്ക് നമ്മൾ അക്ഷയ വഴി അപ്ലൈ ചെയ്തിട്ട് മറ്റേ പുറത്തേക്ക് പോകണതാണല്ലോ, UK ആയതുകൊണ്ട് നമ്മൾ PCCI എടുക്കേണ്ടത് മറ്റേ പാസ്പോർട്ട് ഓഫീസിലാണ്. ഒന്നെങ്കിൽ ഞങ്ങളുടെ അവിടെ ആലുവ ഉണ്ടായിരുന്നു, ഞാൻ കോട്ടയത്താണ് പോയത്. കോട്ടയത്ത് പോയി എടുക്കുക. എവിടെയാണോ നമ്മുടെ അവൈലബിലിറ്റി കിട്ടുക അവിടെ പോയിട്ട് പെട്ടെന്ന് എടുക്കാനുള്ളത് പെട്ടെന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അവർക്ക് കൊടുക്കുക. ഞാനൊരു ഏജൻസി വഴിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളറിയാവുന്ന ഏജൻസികൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ചെയ്തത് എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ്. അവരുടെ വിസ എക്സ്പ്രസ് എന്നാണ് അവരുടെ പേര്. അവർ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തും കാര്യങ്ങളൊക്കെ ചെന്നു. ഒരുപാട് കാശ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് താങ്ങാവുന്ന പൈസയാണ്. അതിനും കൂടുതൽ 2-3 ഇരട്ടിയൊക്കെ പൈസ പറഞ്ഞ ആൾക്കാർ എനിക്കറിയാം. എന്നിരുന്നാലും ഇവരുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവർ നന്നായിട്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എനിക്ക്. അങ്ങനെ ഞാൻ മെയ് 26-ാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ടു. ടിക്കറ്റ് എടുത്തു. നമുക്ക് വിസ അടിച്ച് കിട്ടി 3 മാസത്തിനുള്ളിൽ നമുക്ക് പോന്നാൽ മതി. പാസ്പോർട്ടിൽ നമുക്ക് വിസ അടിച്ച് 3 മാസത്തെ ഒരു വാലിഡിറ്റി ഉണ്ടാവും അതിനകത്ത്. എന്നിട്ട് ആ 3 മാസത്തിനുള്ളിൽ നമുക്ക് എപ്പോഴായാലും ടിക്കറ്റ് എടുത്ത് പോന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇങ്ങടേക്ക് വരാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പോണു, കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോണു. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ ആ ഒരു വാലറ്റിലാണ് കൊടുത്തത്. ഫെബ്രുവരിയിൽ 2400 പേർക്കായിരുന്നു ആ ഒരു വിസയുടെ കാര്യങ്ങൾ കൊടുത്തിരുന്ന സമയത്ത്. ഇപ്പോൾ ഉള്ളത് 600 പേർക്കാണ്. ബാലൻസ് ഉള്ള 600. മൊത്തം ഒരു വർഷത്തിൽ 3000 പേർക്കാണ് കൊടുക്കുക വിസയുടെ കാര്യം. വിസ 3000 പേർക്കാണ് ഈ ഒരു വാലറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 600 പേർക്കാണ്. അപ്പോൾ കിട്ടിയ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ കയറി പറയും.